ആ ഒരു വണ്ടി മറിഞ്ഞു. ഓൾറെഡി വണ്ടി പറഞ്ഞിരിക്കുന്നു. ഇവിടെ പാക്കുകോഡ് നല്ലൊരു അഗ്രസീവ്നെസ് ആണ്. ഔട്ട്ഡോർ ചോക്കട്ട് ഒട്ടും തന്നെ മോശമല്ല. നല്ലൊരു MX-13 വെഹിക്കിൾ ഡാമേജ് ഒന്നും കാര്യമാക്കാതെ അവർ നേരെ പുഷ് ചെയ്ത് കയറുന്നു. വെഹിക്കിൾ ഡാമേജ് കാര്യമാക്കാതെ വളരെ ഇതിലായിട്ട് പുഷ് ചെയ്തൊരു കാഴ്ച പാക്കുകോട്ടെ കമന്ററി ഓപ്പാക്കിയിട്ടുണ്ട് പണ്ടാരടക്കാൻ. ഇത് ഇവിടെ റൗണ്ട് ചെയ്ത് അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അലക്സ് ഇത് വേറെ ഇത് എൻ്റെ അമ്മ കമന്ററി പറഞ്ഞതിന് BM-ൽ അലക്സാണ്ടർ സ്വന്തം ഗേൾ ഫ്രണ്ടിനെ അടിച്ചു കൊല്ലുന്ന കാഴ്ച ഇവിടെ കിൽഫീൽഡ് വന്നിരിക്കുന്നു. BM-ൽ അലക്സാണ്ടർ ഗേൾ ഫ്രണ്ടിനെ അടിച്ചു വന്നിരിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ MX-13 കുത്തിരിക്കുന്നു, ഫൈറ്റ് എടുത്തിരിക്കുന്നു. കല്ലുമാത്തന്റെ വണ്ടി ഇവിടെ ദുബായ് ജോസ് GTX വാഗ് അറക്കൻ ജാജി ആൻഡ് റിക് ഇവർ മൊത്തം ഇറങ്ങി കളിക്കുകയാണ്. ഇത് മുന്നേ ഇത് EVX TVA വേഴ്സസ് EVX മാറി നടന്ന ഒരു സ്ഥലമാണിത്. അവിടെ CID പ്രിൻസസ് ബലേന്ന് വീണ് ചാവുന്ന കാഴ്ച ഇവിടെ കിൽഫീൽഡിൽ. പിന്നെ EVX ആയിട്ട് കളിച്ചപ്പോൾ അവരെ കുത്തിയതായിരുന്നു. സാവേജ് കത്തി ആസ് യൂഷ്വൽ സാവേജ് കത്തിയിരിക്കുന്നു. എല്ലാ വാറിന്റെയും തുടക്കം ഒരു ഉത്സവങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്ന പോലെ വാറിന് തുടക്കമായി സാവേജ് ആദ്യം കത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ TVയുടെ എല്ലാ വണ്ടിയും മൊത്തം കവർ ചെയ്യുന്നുണ്ട്. MS-13 മൊത്തം വണ്ടി റിക്കവർ ചെയ്യുന്ന കാഴ്ച അവരെല്ലാവരും കുത്തി എല്ലാവരും ഇറങ്ങി തിരിച്ചു കയറി അവരൊരു പൊസിഷൻ മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാവേജ് അടുത്ത ആഴ്ച ഒരു 50-70 TI ആയിട്ട് വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇത് സാവേജ് വാറുകളിൽ കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹരി ദ ബീസ്റ്റിന്റെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജുഗുർ അടി എന്ന് പറയുന്നുണ്ട്. ആരടിക്കാനാണ് ജുഗുർ പറയുന്നത്? ആരടിക്കാനാണ്? ഇവിടെ നോക്കുവാണെങ്കിൽ ഈ POV ആവശ്യമില്ല, എന്നാലും കാണാം. നമുക്ക് ജർമ്മൻ കണ്ണാപ്പി OGയുടെ POV എടുത്തോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ജർമ്മൻ കണ്ണാപ്പിയുടെ ആണെങ്കിൽ ബ്ലൂറേ സിനിമ കാണുന്ന പോലെയാണ് POV ഉള്ളത്. ഹൈ ഗ്രാഫിക്സ്, ഫുൾ ഷാഡോസ് എല്ലാം ഉണ്ട് ജർമ്മൻ കണ്ണാപ്പിയുടെ POV-ൽ. നമ്മുടെ TVയുടെ സ്വന്തം ഗാർഡിയൻ ജർമ്മൻ കണ്ണാപ്പി. അഡ്മിൻ സ്പെക്കിലോട്ട് പോകാനാണ് എല്ലാവരും പറഞ്ഞത്. അഡ്മിൻ സ്പെക്ക് പോകണമെങ്കിൽ ഇവിടെ ഏബൽ ജോസഫ് കുത്തിയടിക്കുന്ന കാഴ്ച വേറെ ആരും ഇവിടെ ഇല്ല മൈ ഫ്രണ്ട്സ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ വണ്ടി കൊടുക്കുന്ന ഒരു കാഴ്ച തിരിച്ച് ഇത് മറ്റേ എയർപോർട്ടാണാടാ. ആണാണ് എയർപോർട്ടിന്റെ ഇതിലോട്ട് പോവുകയാണ്. MX-13 ഒരു വണ്ടി പറഞ്ഞിരിക്കുന്നു. ഉയ്യോ ഡീമൺ യാക്കൂസ ഇറക്കി കൊടുത്തു. ഉയ്യോ പെട്ടുപോയ വണ്ടിയെ ഡീമൺ യാക്കൂസ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ബൈ ഡീമൺ യാക്കൂസ. പെട്ടുപോയ വണ്ടി ഇടിച്ച് നേരാക്കി കൊടുക്കുന്നു ഡീമൺ. വളരെ നന്മ നിറഞ്ഞ കളിക്കാരാണ് TVയിൽ മൊത്തം ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ GTX വാഗ് ഇവിടെ അടിക്കുന്ന കാഴ്ച നമ്മുടെ മീരയുടെ എക്സ് ബോയ് ഫ്രണ്ട് GTX വാഗ് അപ്പുക്കുട്ടന്റെ അതേ ലുക്കുള്ള GTX വാഗ്. ഇനി അവന്റെ കുടുംബചരിത്രം മൊത്തം പറയാം. ഷൈജു ദാമോദരൻ പറയുന്നവരെ അല്ലെ അത് കേട്ടാ. ഇവിടെ നോക്കുകയാണെങ്കിൽ പാടത്ത് കൃഷി ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് MS-13. ഇല്ല തിരിച്ചു കയറിയിരിക്കുന്നു. എല്ലാ വണ്ടി തിരിച്ചു കയറിയിരിക്കുന്നു. TVയെ ഇവിടെ കുത്തുന്ന കാഴ്ച. TVയെ കുത്തിയത് MS-13 കുത്തുവോ? ഇല്ല MS-13 തിരിച്ച് മൊത്തം. അതെന്തിനാ ഇവിടെ പറഞ്ഞത്? അത് ഷൈജു ദാമോദരൻ പറയുന്നേക്കില്ലേ നിങ്ങള്? ഷൈജു ദാമോദരൻ ഒരാളെ കിട്ടിയ ആളെ ഫുള്ള് ജീവചരിത്രം മൊത്തം പറയും. സാമതിനെ പിക്ക് ചെയ്ത് വന്നിരിക്കുന്നു. ഇവിടെ ആ വെഹിക്കിളിനെ ടാർഗറ്റ് ചെയ്യാണ്. ആക്ച്വലി അവരുടെ വണ്ടി ആക്ച്വലി ഡാമേജ് ആയി. ഇതാ കരിപ്പൊക്കെ വരുന്നു ഈ വണ്ടി. ഇതാണ് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണോ ഇത്? കരിപ്പൊക്കെ വരുന്നു ഈ വണ്ടിയിൽ നിന്ന്. വളരെ വായു മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് MS-13 വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കറുത്ത പുകയുമായി. ഇത് പൊല്യൂഷൻ ടെസ്റ്റ് ഈ വണ്ടിയുടെ ചെയ്യണമെന്ന് ഞാൻ ദയവേത് അറിയിക്കുന്നു. ഇവിടെ MS-13 വണ്ടി കരിപ്പകയുമായി പോകുന്ന കാഴ്ച നല്ലൊരു ചാൻസസ് ആണ് അവർക്ക്. ഇവിടെ നടക്കുവോ കൈസ്? എന്തേ നടക്കുവോ? ഞാൻ അഡ്വാൻറ്റേജ് ഇല്ല. സ്റ്റിൽ TVയെ തന്നെയാണ് പുഷ് ചെയ്യുന്നത്. 22 പേരെ TVക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ടും TVയെ പുഷ് ചെയ്യുന്ന കാഴ്ച. MX-13 ഒന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നു. MX-13 ബാക്ക് ഓഫ് ചെയ്ത് കളിക്കുന്നു കറന്റ്ലി. MX-13 ആ ഒരു വെഹിക്കിൾ രോഹൻ ഭായ് ഡെസ്ട്രോനെ എടുത്താ. അയ്യോ ഇവിടെ ഒരു ഫൈറ്റ്. ഡെസ്ട്രോനെ വീഡിയോ ചെയ്യുന്നതാണോ?
MX-13 നീലകണ്ഠൻ വീഡിയോ ചെയ്യുന്നു. ഓക്കേ, നീലകണ്ഠന്റെ വീഡിയോ ചെയ്യുന്നു. നീലകണ്ഠൻ പൊങ്ങിയിരിക്കുന്നു. 2 വീഡിയോ ബൈ MX-13. 6 വേലോ അല്ലേ? നീലകണ്ഠൻ ഓട്ടോമാറ്റിക് 2 വീഡിയോ ബൈ വില്ലു PRF കത്തിപ്പോയിരിക്കുന്നു ആക്ച്വലി. ഇവിടെ അലക്സ് നമ്മുടെ ഐക്കോണിക് പൊസിഷന് മലയുടെ മണ്ടയിൽ കുത്തിരിക്കുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ POV അത് ഇന്റൻഷ്യലി ആയി കണ്ടു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ സിറ്റുവേഷൻ നമുക്ക് ആളുടെ POV റിക്വസ്റ്റ് ചെയ്തിട്ട് ആളുടെ ഇന്റൻഷ്യലാണ് POV വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അത് വളരെ ശരിയാണ് പക്കുഗോഡ്. ഓക്കെ, അത് ശരിയാണ്. പക്കുഗോഡ് പറയുന്നത് വാർബാൻ അടിക്കാനുള്ള ഒരു ഇത് തരാന്നാണ് പക്കുഗോഡ് പറയുന്നത്. ശരി, ഓക്കെ പക്കുഗോഡ്, താങ്ക് യു ഫോർ ദ ഇൻഫോ. ഇവിടെ MS-13 വണ്ടി പെട്ടുപോയിരിക്കുന്നു. ഇല്ല, പക്ഷെ അത് ആരുടെയും കാഴ്ചപ്പെടുന്ന കാഴ്ചയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ MS-13 ഭൂരിഭാഗം വണ്ടിയും ഫുൾ ഡാമേജ് ആണ് ആക്ച്വലി. MX-13 സ്പാര ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാഴ്ച. MS-13 സ്പാര കുഴഞ്ഞു വീണു. ഫുഡ് കഴിക്കാണ്ടെന്ന് തോന്നുന്നു ആക്ച്വലി. ഇനി MS-13 സൈഡിൽ നിന്ന് 24 പേരും ടിവിയുടെ സൈഡിൽ നിന്ന് 22 പേരും. അതിൽ വില്ലു PRF കത്തിപ്പോയിരിക്കുകയാണ്. വില്ലു PRFന്റെ വീട്ടിൽ കറണ്ട് പോയതാണോ, KSEB മരം പൊട്ടി വീണ് കറണ്ട് പോയതെന്ന് അറിഞ്ഞൂടാ. വില്ലു PRF തിരിച്ചു വരുന്ന ആയിരിക്കും. ഡോൺ വറി. വില്ലു PRFന് വേണ്ടി കട്ട വെയിറ്റിംഗ് ഇവിടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ MS-13 നമ്മുടെ സ്പാരോ ഇത് എങ്ങനെയാണ് ചത്തത്? അഡ്മിൻസിന് പോലും ഒരു മിസ്റ്ററി ആയിരിക്കുന്നു. ദൃശ്യം 3 പോലെ സ്പാരോ ചത്തത് എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. ആ രഹസ്യം സ്പാരോയുടെ കൂടെ മണ്ണിൽ അടിഞ്ഞു ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഡർ ചാരി കിടക്കുന്നു സ്പാരോ. കടയാടി സ്റ്റാലിൻ ഒറ്റയ്ക്ക്, കടയാടി സ്റ്റാലിന്റെ വക, കടയാടി സ്റ്റാലിന്റെ ഒറ്റയാൾ പോരാട്ടം, കടയാടി സ്റ്റാലിന്റെ ഒറ്റയാൾ പോരാട്ടം. കടയാടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ്. 1 HP രക്ഷപ്പെടുന്ന കാഴ്ച. കടയാടി പേര് ഒറ്റ 1 HP രക്ഷപ്പെടുന്ന കാഴ്ച. കടയാടി സ്റ്റാലിൻ ഹീൽ ചെയ്യുന്ന കാഴ്ച. വളരെ സെൻസിബിൾ. കടയാടി സ്റ്റാലിന്റെ സൈഡിൽ നിന്ന് വളരെ സെൻസിബിൾ പ്ലേ. കാരണം കടയാടി സ്റ്റാലിൻ ഒറ്റക്കാണ്. അതുകൊണ്ട് ബാക്ക് ഓഫ് ചെയ്ത് കടയാടി സ്റ്റാലിൻ ഹീൽ ചെയ്തു. ആർമർ അടിച്ചു കടയാടി സ്റ്റാലിൻ. ദ റിയൽ പ്ലെയർ കടയാടി സ്റ്റാലിൻ. പക്ഷെ കടയാടി സ്റ്റാലിൻ തീരുന്ന കാഴ്ച. കടയാടി സ്റ്റാലിൻ ചത്ത് കിടന്ന് ബായി ഒക്കെ പറയുന്നുണ്ട് കടയാടി സ്റ്റാലിൻ അവിടെ. ഓക്കെ, കടയാടി സ്റ്റാലിനെ മലച്ചിട്ട് അടിക്കുന്ന ഒരു കാഴ്ച കടയാടി സ്റ്റാലിൻ. അങ്ങനെ MS-13 23, TV 22 എന്ന ഒരു കാഴ്ചയാണ്. TV ഓൾറെഡി 22 പേര് മാത്രമായിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ MS-13 സൈഡിൽ നിന്ന് MS-13 ആക്ച്വലി ബാക്ക് ഓഫ് ചെയ്താണ് കളിച്ചുകൊണ്ടിരുന്നത്. TV 22 പേരായിട്ടും വളരെ അഗ്രസീവായി കളിക്കുന്ന ഒരു കാഴ്ച ഷൈജു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഷൈജു ഇല്ല. ഇവിടെ നമ്മുടെ മധുബാലിലെ ബാലിനില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കത് ബാലുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ കമന്ററി പറയുന്നത്. നീലന്റെ ലൈവ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട്സ് നമുക്ക് ക്യാമറ നീലന്റെ ലൈവിലോട്ട് പോവാം. നീലൻ ഇപ്പോഴും ഇവരിങ്ങനെ ചത്തേന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. നീലൻ വണ്ടി ചെക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ സാവേജ് എന്ത് ചെയ്യുന്നു? ഇവിടെ സാവേജ് എന്ത് ചെയ്യുന്നു? സാവേജ് ഫുഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നൈപ്പ് കത്തിപ്പോകുന്ന ഒരു കാഴ്ച. സ്നൈപ്പിന്റെ മരട് ഭാഗത്ത് കറണ്ട് പോയെന്ന് തോന്നുന്നു. മരട് ഭാഗത്ത് കറണ്ട് പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് മരട് എന്ന് പറയുകയാണെങ്കിൽ വളരെ വെള്ളം നിറഞ്ഞ സ്ഥലമായിരുന്നു എന്ന് തോന്നുന്നു ഷൈജു. ഇപ്പോൾ മരട് ഭയങ്കര അഡ്വൈസ് വന്ന ഒരു സ്ഥലമായിട്ടും മരടിൽ എങ്ങനെ കറണ്ട് പോകുന്നതാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മരടാണ്. മരട് എങ്ങനെ കറണ്ട് പോയതാണ് ഞാൻ ആലോചിക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ മെട്രോ സിറ്റി തന്നെയാണ് കൊച്ചി. കൊച്ചിയിൽ എങ്ങനെ കറണ്ട് പോയി? ഇവിടെ നോക്കുകയാണെങ്കിൽ 19 പേരാണ് ടിവിക്ക് ഇപ്പോൾ ഉള്ളത്. അതിൽ 2 പേര് 3 പേര് കത്തിപ്പോയി എന്ന് തോന്നുന്നു. ടിവിയുടെ സൈഡിൽ നിന്ന് ആരും ഡൗൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. സ്റ്റിൽ 20 പേരായിരിക്കുന്നു. ടിവിയുടെ സൈഡിൽ നിന്ന് 20 പേരാണ് ഉള്ളത്. ബാക്കി 2 പേര് കത്തിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പക്കുഗോഡ്
പക്കു കൂടെ തല ചൊറിഞ്ഞ് ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു. അടിയൊന്നും ഇല്ലാത്ത സമയം കൊണ്ട് നോക്കി പക്കുകോട് തല ചൊറിഞ്ഞ് ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വില്ലുമൻ കത്തി എന്ന് പറയുന്നുണ്ട് സാവേജ്. സാവേജിന് സ്നൈപ്പിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ നോക്കണമെങ്കിൽ. റംഷീദ് ബ്രോ വെൽക്കം. സാവേജിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരീത ബീച്ചിന്റെ POV പിന്നിലോട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി TVയെ പ്ലേയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. കാരണം MS-13 സൈഡിൽ നിന്ന് MS-13 മൊത്തം ഡാമേജ് ആയതുകൊണ്ട് അവർ റിപ്പയർ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് കത്തിപ്പോയ പ്ലേയേഴ്സിന് തിരിച്ചു കയറാൻ വേണ്ടി ആണ് നോക്കുന്നത്. ഫുൾ സ്ക്രീൻ ആക്കിയാൽ എനിക്ക് ഇടക്കിടക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്ക്രീൻ ആക്കാത്തത്. നിങ്ങൾക്ക് വേണ്ടി ഫുൾ സ്ക്രീൻ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സാവജിന്റെ ലൈവ് ഒക്കെ ആരുമില്ല, നീലിന്റെ ലൈവ് ആരുമില്ല. ഹരീത ബീസ്റ്റ് ഹീൽ ചെയ്യുന്നൊരു കാഴ്ച, വെള്ളം കുടിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ജർമ്മൻ കണ്ണാപ്പി എന്ത് ചെയ്യുന്നതെന്ന് അറിയാനാണ് ഞാൻ ഇവിടെ കട്ട വെയിറ്റിംഗ്. ജർമ്മൻ കണ്ണാപ്പി ഇവിടെ ഉണ്ട്. അവിടെ ഫുൾ സ്ക്രീൻ ആയിട്ട് ടാബ് സ്വിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ, അതിന്റെ കീ എന്തെങ്കിലും ഉണ്ടോ? അലക്സിന്റെ POV ഇടാൻ പറയുന്നുണ്ട് കുറെ പേര്. അലക്സിന്റെ POV കൂടെ നമുക്ക് എടുത്തു വെക്കാം. ഇവിടെ ലോഡ് ചെയ്യുകയാണെങ്കിൽ അലക്സിന്റെ POV വരട്ടെ. ആക്ച്വലി നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കുറച്ച് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് അലക്സിന്റെ POV കൂടെ ലോഡ് ചെയ്ത് വെക്കാനുള്ള ഒരു അലക്സിന്റെ POV ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൺട്രോൾ ടാബോ എല്ലാം ഫുൾ സ്ക്രീൻ ആക്കി കേട്ട്. ആ സൂപ്പർടാ, താങ്ക് യു. ഇതെന്റെ അയ്യന്റെ അമ്മ, ഇതെന്റെ POV അല്ലേ ഇത്? താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു. ഓക്കെ ജർമ്മൻ കണ്ണാപ്പി അലക്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിൻ ലെവലിലോട്ട് പോവാം ഗൈസ്. ഡീമൻ വീണ് ചാവുന്ന കാഴ്ച, ഡീമൻ റോക്കി ആവുന്ന കാഴ്ചയാണ്. കുക്കർ റോക്കിയുടെ ഒരു പിൻഗാമിയായി ഡീമൻ യാക്കുസ മലയെന്ന് വീണ് ചത്തിരിക്കുന്നു. MX-13 ആ ഒറ്റൊരു വെഹിക്കിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് TV കളിക്കുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കളി തന്നെയാണ് ടിവിയുടെ സൈഡിൽ നിന്ന് കാണുന്നത്. ആ വെഹിക്കിളിനെ ഡീമൻ ആക്ച്വലി TVക്ക് 22 പേരേ ഉള്ളൂ. അതില് ഡീമൻ ഇതായിരിക്കുന്നു. ടോട്ടൽ 20 പേരാണ് TVക്ക് ഇപ്പോൾ ഉള്ളത്. നോക്കുകയാണെങ്കിൽ MS-13 റിപ്പയർ ചെയ്യാൻ മറന്നുപോയാണോ എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കും. 4 ടയർ പോയിട്ട് ഇവര് എന്ത് ചെയ്യായിരുന്നു ഇവിടെ? കക്ക് കളിക്കാൻ പോയവര് വണ്ടി റിപ്പയർ ചെയ്യാണ്ട് ഇപ്പോഴും ഓടിക്കുന്ന ഒരു കാഴ്ചയാണ്. ആക്ച്വലി ഈ വണ്ടി ടയർ ഇല്ലാണ്ടാണ് തോന്നുന്നു കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ടയർ റിപ്പയർ ചെയ്യാത്തതെന്ന് തോന്നുന്നു കേട്ടോ. MS-13 ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ച, ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം, ഫുള്ളായി ബ്ലോക്ക് ചെയ്യുന്നു. MS-13 കൊടുക്കുന്ന കാഴ്ച ഇല്ല. MS-13 പറ്റുന്നില്ല. MS-13 ആ ടയർ ഇല്ലാത്ത വണ്ടി വെച്ച് എന്ത് ഈ TDSന്റെ വെള്ളത്തിലിട്ടിരുന്ന കാഴ്ച. MS-13 വെള്ളത്തിൽ പേടിക്കുന്നു. ഇതാ അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകിക്കെത്തിയ കർണനായി നാടിൽ മുഴുവൻ സ്വന്തമായി ജീവനെ വളരുന്നു എന്ന് പറഞ്ഞോണ്ട് MS-13 കല്ലുപാത്തൻ ബെന്നി ജോൺസൺ ആൻഡ് സുകുമാൻ. ഇവിടെ സുകുമാൻ നീന്തി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുകുമാൻ സ്നൈപ്പർ ഗ്യാഗ് ശേഷം എടുത്തോടുത്ത സുകുമാൻ ഡൗൺ ആയിരിക്കുന്നു. ബെന്നി ജോൺസൺ ഡൗൺ ആയിരിക്കുന്നു. കല്ല് മാത്രം ഡൗൺ ആയിരിക്കുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ MS-13 5 പേരെ നഷ്ടപ്പെടുന്ന കാഴ്ച. 20 വേഴ്സസ് 21 ആവുന്ന കാഴ്ച. 22 പേരെ വെച്ച് ഇറങ്ങിയ TVയെ പ്യുവർ അഗ്രഷൻ ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. 3 പേര് കുറവായിട്ടും ബാക്ക് ഓഫ് ചെയ്യാതെ ഒരു ആംഗിൾ കുത്തിയടിക്കാതെ പ്യുവർ അഗ്രഷൻ. ഒരു വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് ആ വണ്ടി മാത്രം എടുത്തോണ്ടിരിക്കുന്നു. MS-13 ബാക്കി വണ്ടിയൊക്കെ എവിടെ? ഇതാണ് എന്റെ ചോദ്യം. ഇവര് വേൾഡ് കപ്പ് കളി കാണാൻ പോയെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി MS-13 ഒരു വണ്ടിയിലെയും കാണുന്നില്ല. ചങ്കേ ഇവിടെ ആരും കാണാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ MS-13 ഭയങ്കര സ്പ്ലിറ്റ് ആയിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. TV അത് അഡ്വാൻറ്റേജ് എടുത്ത് ഓരോ വണ്ടിയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വണ്ടിയെ അടുത്ത വണ്ടിയെ കണ്ടുപിടിക്കുന്നു. മന്ദു ഷൈജുവിന് അവസരം കൊടുക്കുന്നു. ഷൈജു ഇല്ലട്ടോ ഇവിടെ, ആരും ഇല്ല. VC ആരും ഒറ്റക്ക. കാരണം ഉള്ളവര് മൊത്തം വാറ കളിക്കാൻ കയറി. മനസ്സിലായോ? ഞാനാണെങ്കിൽ ആൾക്കാർക്ക് വേണം സ്ലോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തപ്പോ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. ഞാൻ എന്തിനു ചെയ്യാൻ? എന്നെ തിരിച്ചടിയണമെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിയണം. പക്ഷെ അവന് കുറച്ചു നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ സ്ലോട്ടിൽ തന്നെ ഇരുന്നേനെ. എന്തിനു പറയാൻ? ഇവിടെ നോക്കുകയാണെങ്കിൽ
ടിജിയുടെ ടിപ്പിക്കൽ പൊസിഷൻ, ടിജിയും കുറച്ച് ഗാങ്സ് കളിക്കുന്ന ടിപ്പിക്കൽ പൊസിഷനെ റിപ്പയർ കുത്തിരിക്കണം. MS-13 കട്ട വെറ്റിക്കണം. MS-13 ഡൂഡ് ഊറും ബ്ലഡ് 10,000 ആരാമൽ പണ്ടേ വട്ടാലേ നീ എത്തണയും. MS-13 ഡൂഡ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ MS-13 അടിച്ചുകൊണ്ടിരിക്കുന്നു. ടിവിയുടെ എല്ലാ വണ്ടിയിലും സ്പാം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. MS-13 B-13 MS-13 കൊല്ലുന്നുണ്ട്. അതായത് B-13 MS-13 കൊന്ന്. ഇവിടെ നോക്കുകയാണെങ്കിൽ പുള്ളി കവർ ചെയ്യുന്നൊരു കാഴ്ചയാണ്. അതെങ്ങനെയാണ് B-13 കൊന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പുറത്തുള്ള വേറെ കളിക്കാത്ത ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ MS-13 തിരിച്ച് പൊസിഷൻ റീഗെയിൻ ചെയ്ത് ആ പൊസിഷൻ എനിക്ക് തോന്നുന്നു ആ പൊസിഷൻ ആങ്കർ ചെയ്യാനുള്ള ഒരു ഇതാന്ന് തോന്നുന്നു MS-13 സൈഡിൽ നിന്ന്. ആക്ച്വലി ടിവിയെ നാല് സൈഡും കവർ ചെയ്ത് പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. B-13 ഒരു ക്യാമിയോ റോളാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. MS-13 അഭിരാമി, ഇതേത് കുട്ടി? ഞാൻ ഈ കുട്ടീനെ കണ്ടിട്ടല്ലേ. MS-13 അഭിരാമി ഇവിടെ കണ്ണെടുത്ത് ഓടുന്ന കാഴ്ച. അഭിരാമി ക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടിവിയെ മൊത്തം കമ്മിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച. ടിവിയെ മൊത്തം കമ്മിറ്റ് ചെയ്യുന്ന ഏബൽ ജോസഫ് എടുക്കുന്നു. MS-13 എടുക്കുന്നു. ജർമ്മൻ കണ്ണാപ്പി MS-13 എടുക്കുന്നു. ഏബൽ ജോസഫ് കൊയോജോൻ എടുക്കുന്നു. സാവേജ് MS-13 തീപ്പൊടി അങ്ങോട്ട് എടുക്കുന്നു. റിച്ചാർഡ് MS-13 ടിവി അപ്പക്കുട്ടി എടുക്കുന്നു. ഇവിടെ നോക്കാം ടിവി അലക്സ് ക്രേസിയാൻ എടുക്കുന്നു. ഏബൽ ജോസഫ് പിക്ക്. ഏബൽ ജോസഫിന്റെ എരിക്കിടലം പിക്ക്. ബോബോയിനെ എടുക്കുന്നു. MS-13 ബീസ്റ്റ്. മോബി എടുക്കുന്നു ഒരു പിക്ക്. വാഗ് എടുക്കുന്നു. നീലിനെ എടുക്കുന്നു. സ്നൈപ്പ് MS-13 അമർനാഥിനെ എടുക്കുന്നു. പിന്നെ നോക്കണേ മോബി അടുത്ത പിക്ക്. MS-13 ഒരു പിക്ക്. ജർമ്മൻ കണ്ണാപ്പി അനദർ പിക്ക്. നിങ്ങളിത് കാണുക. ജർമ്മൻ കണ്ണാപ്പി 2 പിക്ക് എടുത്തിരിക്കുന്നു. അടയാളപ്പെടുത്തൊക്കെ കാലമേ ഇത് ഘടികാരങ്ങൾ നിലപ്പെടുത്ത സമയം. വാറ്റണ്ണൻ ആഫ്റ്റർ ലോങ് ടൈം വാറിലിറങ്ങി പിക്കെടുക്കുന്ന ഒരു കാഴ്ച. സാവേജ് ഒരു പിക്കെടുക്കുന്നു. ഡെസ്ട്രോ ഒരു പിക്കെടുക്കുന്നു. വില്ലു PRF എടുക്കുന്നു. അയ്യോ വില്ലു PRF നമ്മളെ ഊരും ബ്ലഡ് 10,000 ഡ്യൂഡിന് അടിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ MS-13 ഫുള്ളി സ്പ്ലിറ്റ് ആയി പോകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ജർമ്മൻ കണ്ണാപ്പി 2 പിക്ക് എടുക്കുന്നു. ജർമ്മൻ കണ്ണാപ്പി അടയാളപ്പെടുത്തൊക്കെ കാലമേ. ജർമ്മൻ കണ്ണാപ്പി 2 പിക്ക് എടുക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വാറ്റ് ഗോഗു വർഷങ്ങൾക്ക് ശേഷം വാർ കളിക്കാമെന്നും വാറ്റ് ഗോഗുവും ഒരു പിക്കെടുത്ത് നമുക്ക് എല്ലാവർക്കും ഇതായിരിക്കുന്നു. അവിടെ നല്ലോണം ഏബൽ ജോസഫ് ആണ് ആദ്യം ഇറങ്ങിയത്. ആക്ച്വലി ഏബൽ ജോസഫ് ആ ഇനീഷ്യൽ ഓപ്പൺ ഫ്രാഗ് ഏബൽ ചെയ്തിരിക്കുന്നു. അതായത് ടിവിയുടെ സൈഡിൽ നിന്ന് ആദ്യം ഫൈറ്റ് എടുത്ത ഏബലാണ്. ഏബൽ ജോസഫിന്റെ ആ ആദ്യത്തെ 2-3 ഫ്രാഗിൽ എല്ലാരും ഇവിടെ എന്തൊരു കൊച്ചി മ്യൂസിയം മുസ്ലിസ് ബിനാലെ പോലെ എല്ലാരും അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ശരിയായി. കണ്ണാപ്പിയുടെ കൊണ കേക്കണം എന്ന് എല്ലാരും പറയുന്നുണ്ട്. അതിലോട്ട് പോവാം. കണ്ണാപ്പിയുടെ കൊണയിലോട്ട് പോവാം. ഒരു മിനിറ്റ്. കണ്ണാപ്പി എന്താണ് പറയണത്? നീ ഒന്ന് ആലോചിക്കണം. കണ്ണനെ അടിക്കണമെങ്കിൽ പോലും നിന്നെ പോലുള്ള 15 പേര് പറഞ്ഞു. മനസ്സിലായോ? എന്റെ തൊണ്ട വേണ സംസാരിക്കാൻ വയ്യ. ഒരു സോറി പറഞ്ഞാൽ തീരാത്ത പ്രശ്നമല്ല. നീക്ക് ഇത്ര വലുതാക്കി കണ്ണനെ അടിക്കാൻ 15 പേര് വേണമെന്ന് പറയുന്നു. കണ്ണാപ്പി 2 പിക്കൊക്കെ എടുത്ത് അതൊക്കെ ഓക്കെ. പക്ഷെ കക്കൂസും കോരി എന്തൊരവസ്ഥയാണ് ഇത്. നമ്മുടെ ഫാൻസിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചയാണ് ഇവിടെ. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല അവന് സോറി പറയാൻ ബുദ്ധിമുട്ട്. ഞാൻ നിർബന്ധിച്ചതിന് സോറി അവൻ പറയാ. ഒരു സോറി പറഞ്ഞാൽ തീരാത്ത പ്രശ്നമുള്ളതല്ലടാ. ഒരു ബാസ് അടിക്കുമ്പോ ഒരു പയ്യെ അടിക്കണമായിരുന്നു. കണ്ണാപ്പി ഏബൽ ജോസഫിന്റെ പക്ക 3 പിക്ക്. ഏബൽ ജോസഫിന്റെ എൻട്രി ഫ്രാഗ് ആയിരുന്നു ടിവിയുടെ കളി മാറ്റിയത്. ഏബൽ ജോസഫിന്റെ എൻട്രി ഫ്രാഗ്. ബാക്കി പിള്ളേരൊക്കെ അടിച്ചു കൊടുത്തിരിക്കുന്നു.